കേസ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധ്രുവ നക്ഷത്രം അങ്ങനെ തന്നെ അല്ലേ വായിക്കാം. ആ ആ ആ ആ മൂവീൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് വാച്ച് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടീസർ എന്തോ 5 കൊല്ലം മുന്നിട്ട് ഇറങ്ങിയതിട്ടാ ഇതിൻ്റെ ടീസർ. എന്ത് ഇപ്പോഴാണ് ട്രെയിലർ ഇറങ്ങി. എത്ര കാലമായിട്ടാ വെയിറ്റ് ചെയ്ത് ചെറ്റ ബോരെ. ആ ഈ പടം എന്തോ അടിപൊളിയാണെങ്കിൽ പാർട്ട് 2 ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു. മറ്റേ ഗൗതം ഏതോ മറ്റേ ഇൻ്റർവ്യൂവിലേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഈ പടം ഇറങ്ങണ്ടേ. നമുക്ക് ട്രെയിലർ കാണാം ഗൈസ്, ട്രെയിലർ കാണാം. ആ മുംബൈയിൽ നടന്നേ since the 2008 terror attacks in Mumbai. Mumbai attack நடந்தப்போ first NSG chopper வரதுக்கு ரொம்ப லேட் ஆயிடுச்சு. ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ்னு கையில் அந்த வட்டத்துக்குள்ள செக்கி தவிச்சு என்னால ஒண்ணும் பண்ண முடியல. இனி எல்லாத்தையும் ஒன்னொன்னா சரி பண்ணணும். எப்படி சார், என்ன பண்ண போறீங்க? The basement. ஒரே சில பேரை ஒன்று சேர்த்து பேஸ்மெண்ட்னு ஒரு டீம் ஃபார்ம் பண்ண போறேன். A covert team, an intelligence network. நாங்க சட்டத்துக்கு கட்டுப்பட மாட்டோம். ப்ரொசீஜர் படி தான் இயங்கணும்னு எங்களுக்கு அவசியம் இல்லை. ஒரு டீம் ഉണ്ടാക്കുക. நாங்க இருக்கோம்னு யாருக்கும் தெரியாது. ஓகே, நீ பேசினாதான் உண்டு. பேஸ்மெண்ட்ல நம்ம எவ்வளவு பேர் சார்? ஒரு டீம் ஆஃப் 10 நான் ரெடி பண்ணிட்டேன். ஆனா ஒரு கிரிக்கெட் டீம் மாதிரி 11 பேர் இருந்தா நல்லா இருக்கும்னு பாக்குறேன். யாரா നോക്കണം, നമ്മളെ മെയിൻ ആളാ അവിടെയത്. ഓ ഓ യെറ്റോര സീരി. ആരത് പേരല്ല ഇർക്കാ? ചെന്നൈ സൂപ്പർ കിങ്സ്. It's so fucking funny man. ഓ സീരി. ഓ വിരായത്തി. Indians? Bunch of Indians? How do we find them? நான் சச்சின் ஆகணும், தோனி மாதிரி வரணும்னா இன்டர்நேஷனல் லெவல்ல கிரிக்கெட் ஆட கிரவுண்டுக்கு வரணும். பால் ஹைட்ல இருந்து ஹார்டா வரும், கேட்ச் பிடிக்கணும். தரையில ஃபாஸ்டா வரும், ஃபீல் பண்ணும், கவா விடணும். ஃபாஸ்ட் பவுலர் பவுல் பண்ணுவான், ஆடணும். சைடுல ஒரு பவுன்சர் போடுவான், ஆட தெரியணும், இல்ல குனிவா தெரியணும். அனாலஜி புரியுதா? டீ பாடு அவருக்கு கூடாது. இல்ல இதெல்லாம் முடிஞ்சதுக்கு 24 நோ போடா. ഈ സാധനത്തിൻ്റെ ടീസർ വെയിറ്റ്, ഇതിൻ്റെ ടീസർ ഉണ്ട്. അപ്പം അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് വിനായകനാന്ന് തോന്നുന്നു. വിനായകൻ്റെ സൗണ്ടാണ്. പക്ഷെ വിനായക കിട്ടിയ സാരസ്റ്റാ വിനായകേ. ഇതൊരു എന്ത് പറയുന്നത് വെച്ചേ ഇവിടെ ഭയങ്കര കിടില സീന്. ഒരു ഏടാ വിനായകൻ്റെ ലുക്ക് കിടില ലുക്കിൽ വരാൻ ചാൻസ് നല്ലോണം ഉണ്ട്. ഏറ്റവും പോലെ ആടാ വിനായകൻ ഭയങ്കര സീൻ. എന്താ അറിയോ, ഒരു മലയാളീനെ അങ്ങനെ കിടിലായിട്ട് കണ്ടപ്പോൾ ധ്രുവാധരണം എന്തായാലും ഭയങ്കര ഹൈപ്പിൽ ഇറങ്ങുന്ന പടമായിരിക്കാൻ ചാൻസ് ഉണ്ട്. ലിയോൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇത് വിക്രത്തിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിക്രത്തിൻ്റെ ചിലപ്പോൾ ഫ്ലോപ്പായ പടമാണെങ്കിലും അവൻ്റെ ലുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ഏതായിരുന്നു മഹാനറ്റല്ലായിരുന്നു, ആ ഫ്ലോപ്പല്ല കേട്ടോ. ആ പടം അതിലൊക്കെ എച്ചാതി ലുക്കാണ് വിക്രത്തിനൊരു പ്രത്യേക ലുക്കാണ്. പിന്നെ വിനായകൻ എന്താ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വിനായകൻ എങ്ങനെ കളിക്കുക. ജയിലറിൽ ലാസ്റ്റ് തകർക്കായിരുന്നു. അതായത് നിങ്ങൾ ആലോചിക്കണം, അപ്പുറത്ത് മോഹൻലാലുണ്ട്, മറ്റേ ആ തെലുങ്കിലെ നടനുണ്ട്, പിന്നെ മെയിൻ രജനീകാന്ത് ഉണ്ട്. ഇവർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ നല്ല കഴിവുള്ളൊരു വില്ലനെ തന്നെ വേണം. അത് നമ്മളെ വിനായകരാവാന്ന് പറയുന്നത് ഏതാലേ, അത് സമ്മതിക്കുക തന്നെ വേണം. ഇത്രയും ആൾക്കാർക്ക് എതിരെ കിടിലനൊരു വില്ലനായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ വിക്രത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അല്ലേ. വിനായകനൊരു തകർത്ത് സാധനങ്ങളുണ്ടാവും.
വിസിലടിക്കും മോനെ. ഞാൻ വിനായകൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എന്തായാലും വിസിലടിക്കും. അവന്മാർ വിസിൽ പോടും. പക്ഷെ എൻ്റെ മോനെ പിന്നെ ക്രിക്കറ്റിനെ കുറച്ച് റെഫറൻസ് പോലെ എന്താ പറയുക, ക്രിക്കറ്റിന് എന്താ പറയുക, അതിന് ക്രിക്കറ്റിൻ്റെ ആ ഒരു ഇത് കാണിച്ചുകൊണ്ടാണല്ലേ മുന്നോട്ട് പോകുന്നത്. എടാ അതപ്പോൾ എങ്ങനെ ആവും, ബോറാവോ അടിപൊളിയാവോ? പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ സോങ് ഇവിടെ ഭയങ്കര ഇങ്ങനെ ചില്ലിങ് അവിടെ, അതിങ്ങനെ എനിക്ക് ഒന്നുകൂടി ഇങ്ങനെ കേൾക്കാനൊക്കെ തോന്നും. ആ ഒരു ഫീല് സാധനം ലാസ്റ്റിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് ഏതാ പാട്ടെന്ന് ആർക്കറിയാം, ഞാൻ കേട്ടില്ല കേട്ടോ. ഭയങ്കര അടിപൊളി, ഭയങ്കര കിട്ടിയത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായി എന്നറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ജലദോഷം ഇതൊക്കെ ആയിട്ടാട്ടോ. എനിക്ക് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. പനി സത്യം പണിയായിരുന്നു. ആ പണിയിൽ പൊടിയൊക്കെ തട്ടി എൻ്റെ പൊന്നും, എനിക്ക് റണ്ണിങ് നോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. അതിനാണല്ലോ റണ്ണിങ് നോസ് എന്നറിയാം. അപ്പോൾ ഗൈസ്, ഒഫീഷ്യൽ ട്രെയിലർ ഈ സാധനം എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കിടലായിട്ട് തോന്നി. നിങ്ങളെ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.